ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മൈദ എടുത്തിട്ട് 4 ബൗൾസാക്കി കുഴച്ച് പരത്തി ചുട്ട് വെച്ചതാണ് 4 പത്തിരി ആക്കിയിട്ട്. പിന്നെ ഒരു 200 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ചെറുതാക്കി സ്ലൈസ് ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് പൊരിച്ച് വെച്ചതാണ്. അതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചതച്ച് വെച്ചത്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 7 മുട്ട ഉപ്പിട്ടിട്ട് കുഴച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരിക്കുള്ള ഈ കൂട്ടെല്ലാം കൂടെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കി തീക്ക് മസാല റെഡിയാക്കി വരാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് വാടി വരട്ടെ. അതിന് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ഒന്ന് വഴണ്ട് വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടുകൊണ്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഉള്ളി നല്ല വഴണ്ട് വന്നിക്കണോ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം. ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി ചെറുതാക്കി വെച്ചതും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചും പച്ചമുളകൊക്കെ ഇട്ട് പച്ചമണമൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഉള്ളി നല്ല വഴണ്ട് വന്ന് ഈ ചിക്കന് പൊരിച്ച് വെച്ച് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും അതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നല്ല ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധം ഇളക്കുക. ഇതിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇടുന്നില്ല. ഇതിൽ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവുണ്ടാവും. അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത്. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിരിക്കുള്ള മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. മിക്സും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ തേച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ പരത്തി ചുട്ട് വെച്ച പത്തിരി എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് കുറേശ്ശെ ആ പത്തിരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മിക്സ് ഇട്ട് എന്നിട്ട് ഒരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഒരു പത്തിരിയും കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ 4 പത്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളും ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലായിടത്തും പത്തിരിൻ്റെ ഒപ്പം ഒന്ന് പരത്തി കൊടുക്കുക. ലാസ്റ്റ് അതിൻ്റെ മേലെ ഒരു പത്തിരിയും കൂടെ വെച്ചിട്ട് ആ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക.
അപ്പം നമ്മളെ ചട്ടിപ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് ആദ്യം ഒരു തട്ട് വെച്ച് അതിൻ്റെ മേലെ ചട്ടിപ്പത്തിരി വെച്ച പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല ചൂടായി വരുവോളം ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക. പിന്നെ ഒന്ന് ചൂടായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചട്ടിപ്പത്തിരി പ്ലേറ്റിലേക്ക് മാറ്റി. ചട്ടിപ്പത്തിരി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചട്ടിപ്പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അസ്സലാമു അലൈക്കും.